സംസ്ഥാനത്ത് ചൂടിന് താൽക്കാലിക ആശ്വാസമാവുകയാണ്. തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. മാനസ, സംസ്ഥാനത്ത് ചൂടിന് താൽക്കാലിക ആശ്വാസമാകുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി വെന്തുരുകുകയാണ് കേരളം. ഇപ്പോൾ വേനൽ മഴ എത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അലേർട്ടുകൾ? തീർച്ചയായും അഞ്ജന, കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര ചൂടായിരുന്നു സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ വെന്തുരുകി കേരളം എന്ന് പറയുന്നതായിരിക്കും ശരി. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ ചൂടിന് നേരിയ അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം എന്നോണം പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ മഴ മുന്നറിയിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വടക്കൻ മേഖലകളിലാണ് ആദ്യ ഘട്ടത്തിൽ യെല്ലോ അലർട്ടുകളൊക്കെയും വന്നിരുന്നെങ്കിൽ കൂടിയും ഈ നാളെയും മറ്റന്നാളുമായി തെക്കൻ കേരളത്തിൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. ഇന്ന് 2 ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. അതേപോലെ നാളെ 5 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. അതിൽ കൂടുതലും തെക്കൻ ജില്ലകൾ തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയും 2 ജില്ലകളിലുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലാണ് തിങ്കളാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേനൽ മഴ സജീവമാകാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ചൂടിൻ്റെ ആ ഒരു തീവ്രമായ അന്തരീക്ഷം നേരിയ തോതിൽ കുറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഡിഗ്രി സെൽഷ്യസിലും വലിയ രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായത്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരൂ എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ചൂടിൻ്റെ ശമനം എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത്. അത് ഈ ഉയർന്ന താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയേ ഉള്ളൂ എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 39-ൽ നിന്ന് 36-ലേക്ക് ചുരുങ്ങുമ്പോൾ ചൂടിൻ്റെ ഗതി കുറയുന്നു. അതോടൊപ്പം തന്നെ മഴയുടെ ഒരു കാലാവസ്ഥ മുന്നോട്ട് വരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം.